കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുന്ന അണിയറ നീക്കങ്ങളും മുന്നണി ബന്ധങ്ങളിലെ അസ്വാരസ്യങ്ങളും പുകയുന്ന ഒരു രാഷ്ട്രീയ നാടകത്തിനാണ് ഇപ്പോൾ കോഴിക്കോടും പാണക്കാട്ടുമായി അരങ്ങൊരുങ്ങുന്നത്. വഖഫ് ബോർഡ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഒരു സത്യവാങ്മൂലം ഭരണപക്ഷത്തും മുസ്ലിം ലീഗിനുള്ളിലും വലിയൊരു തീ കൊളുത്തിക്കഴിഞ്ഞു. വഖഫ് ബോർഡിൽ അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കാട്ടി സുപ്രീം കോടതിയെ സമീപിച്ച ലീഗിനെ ഞെട്ടിച്ചുകൊണ്ടാണ് സെക്ഷൻ 14 അനുസരിച്ച് മുന്നോട്ടു പോകാൻ തയ്യാറാണെന്ന മട്ടിലുള്ള അവ്യക്തമായ സത്യവാങ്മൂലം ഹൈക്കോടതിയിലെത്തിയത്. വകുപ്പ് മന്ത്രിയോ പാർട്ടിയോ കൃത്യമായി അറിയാതെ AGയുടെ ഓഫീസിൽ നിന്ന് വന്ന ഈ നീക്കം തങ്ങളെ പൊതുജന മധ്യത്തിലും അണികൾക്ക് മുന്നിലും കടുത്ത പ്രതിരോധത്തിലാക്കിയെന്ന തിരിച്ചറിവിലാണ് ലീഗ് നേതൃത്വം. വഖഫ് ചെയർമാനെ മാറ്റാനും ഉമർ ഫൈസി മുക്കം ഉൾപ്പെടെയുള്ള അയോഗ്യരായ 4 അംഗങ്ങളെ പുറത്താക്കാനുമുള്ള നീക്കങ്ങൾക്കിടയിൽ സംഭവിച്ച ഈ നിയമക്കുരുക്ക് പാർട്ടിയെയും UDF സർക്കാരിനെയും ഒരേപോലെ മുൾമുനയിൽ നിർത്തുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ലീഗ് മന്ത്രിമാരെ അടിയന്തരമായി വിളിച്ചു വരുത്തി കർശന നിർദ്ദേശം നൽകിയത്. സർക്കാരുമായി ബന്ധപ്പെട്ട അതീവ ഗൗരവമുള്ള വിഷയങ്ങളിൽ പാർട്ടി നിലപാട് കൃത്യമായി മനസ്സിലാക്കാതെയും നേതൃത്വവുമായി ആലോചിക്കാതെയും യാതൊരുവിധ പരസ്യ പ്രസ്താവനകളും നടത്തരുതെന്ന കർശന താക്കീതാണ് മന്ത്രിമാർക്ക് നൽകിയിരിക്കുന്നത്. വഖഫ് വിവാദം മാത്രമല്ല, PM ശ്രീ പദ്ധതി, ഗവൺമെന്റ് പ്ലീഡർ നിയമനം, മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ട് പോഷക സംഘടനകൾ ഉയർത്തിയ അതൃപ്തി എന്നിവയെല്ലാം പാർട്ടിക്കുള്ളിൽ വലിയ പുകച്ചിലുണ്ടാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ മന്ത്രിമാർ വ്യക്തിപരമായ നിലപാടുകളല്ല, മറിച്ച് പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിന്റെ വഴിയിലൂടെ മാത്രമേ മുന്നോട്ട് പോകാവൂ എന്ന് നേതൃത്വം വ്യക്തമാക്കിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ആലോചനകളോടെ മാത്രമേ മുന്നണി തലത്തിലും ഭരണതലത്തിലും തീരുമാനങ്ങൾ എടുക്കൂ എന്ന ദൃഢമായ മുന്നറിയിപ്പാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. കോഴിക്കോട് ലീഗ് ഹൌസിൽ നടക്കുന്ന ലീഗിന്റെ നിർണായകമായ സംസ്ഥാന കമ്മിറ്റി യോഗം ഈ പ്രതിസന്ധികളെ മറികടക്കാനുള്ള തന്ത്രങ്ങളാണ് രൂപീകരിക്കുന്നത്. വിവാദമായ PM ശ്രീ പദ്ധതിയിൽ തൽക്കാലം സർക്കാരിനൊപ്പം നിൽക്കാൻ ലീഗ് തീരുമാനിക്കുമ്പോഴും സ്കൂളുകളിലെ പാഠ്യപദ്ധതിയിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങളിൽ കടുത്ത ജാഗ്രത പുലർത്തണമെന്ന കർശന നിലപാടിലാണ് പാർട്ടി. ഒപ്പം പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ അവഗണിക്കപ്പെട്ട അണികളെയും നേതാക്കളെയും മറ്റു പദവികളിൽ നിയമിച്ച് അതൃപ്തി തണുപ്പിക്കാനുള്ള നീക്കങ്ങളും അണിയറയിൽ സജീവമാണ്. നിയമവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി VD സതീശനും ലീഗ് മന്ത്രിമാരും തമ്മിലുള്ള ഭരണപരമായ ഏകോപനമില്ലായ്മയും കൂട്ടുത്തരവാദിത്തമില്ലായ്മയും പ്രതിപക്ഷം ഇതിനകം തന്നെ വലിയ ആയുധമാക്കി മാറ്റിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് അവലോകനം കൂടി ലക്ഷ്യമിടുന്ന ഈ യോഗത്തിൽ വഖഫ് സത്യവാങ്മൂലത്തിലെ അവ്യക്തത തീർക്കാൻ കോടതിയിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും മുന്നണി ബന്ധങ്ങളുടെ ഭാവി നിശ്ചയിക്കുന്നതിൽ നിർണായകമാകും.